അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, നമ്മൾ മദീന വരെ പോയാലോ? അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ കൂടെ പോരിട്ടോ. പറഞ്ഞതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇതാ മദീന പോവല്ലേ, അതങ്ങനെ ബസ് എത്തിട്ടോ. ഷർഫിയെന്നാണ് ബസ് കയറുന്നത്. ഒരു 110 റിയാൽ. ഇതിൽ ഭക്ഷണവും താമസമൊക്കെ ആയി പെടും കേട്ടോ. അങ്ങനെ ബസ്സിൻ്റെ നമ്പറും പേരൊക്കെ ഓർത്ത് വെച്ചോളിട്ടോ. ആദ്യമായിട്ട് പോകണമെങ്കിൽ മറക്കരുത്. അങ്ങനെ ബസ് ഇങ്ങനെ പുറപ്പെട്ട് പക്ഷെ അങ്ങനെ പോയി 2 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഇതാ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിന് മുന്നിൽ നിർത്തിയിട്ടോ. വണ്ടിയോട് കയറണ്ട, പാകിസ്ഥാനി ഹോട്ടലാണ്. ഇന്ത്യൻ ഭക്ഷണം കിട്ടണമുണ്ട്, ഒക്കെ അന്വേഷിച്ചാൽ മതി. അങ്ങനെ നിസ്കരിക്കാണ്ടോ. ഒരു പള്ളി കയറി, ഇവിടെ പള്ളിയും നല്ല ഫ്രഷുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഉത്തരവിക്കാനും അതേമാതിരി നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇന്ദിരാ പള്ളി ഒന്ന് ഫ്രഷാകാം. നമുക്കിനി ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഫ്രഷാകുക, ഭക്ഷണം കഴിക്കുക. എന്നാൽ പോവല്ലേ നമ്മൾ അങ്ങനെ പോയിട്ടോ. ഭക്ഷണമൊക്കെ പാകിസ്ഥാനി ഫുഡാണ്, വേണ്ടവർ കഴിച്ചാൽ മതി കേട്ടോ. ഭക്ഷണം പിന്നെ നമ്മൾ കണ്ടലോടെ ഒന്ന് നോക്കി വെക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവമാണ്, കൂടുതൽ അതും പറയണമല്ലോ. അങ്ങനെ പോയി ഇതാ നമ്മൾ മസ്ജിദുൽ ഖുബ്ബ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിനൊക്കെ നേതൃത്വം നൽകിയ ഒരു പള്ളി കേട്ടോ. ഉള്ള പള്ളി, എന്താ ഭംഗിയാറിയും. അങ്ങനെ ഇവിടെ നിസ്കരിച്ചാൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ പിന്നെ ഒരു ഉംറ ചെയ്ത കൂലി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയപ്പെടുന്നു, എനിക്കറിയില്ല. അങ്ങനെ പറയപ്പെടുന്നു. ഞാൻ നിസ്കരിച്ച്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്താ അറിയോ, 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ രാത്രി പോകുമ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റിട്ടാണെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദിൻ്റെ നിയ്യത്ത് വെച്ചിട്ട് നിസ്കരിക്കണം. നമ്മൾ കൂടുതൽ പുണ്യം നേടാനാണല്ലോ പോകുന്നത്. അപ്പോൾ കൂടുതൽ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങൾ പോവുക, പുണ്യം കരസ്ഥമാക്കുക. അങ്ങനെ ഒളവൊക്കെ എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഇതാ ഇനി അടുത്തത് നമ്മൾ ജബലന്നൂർ പർവ്വതം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾ ഏറ്റുമുട്ടിയ പിന്നെ അമ്പെയ്ത്ത് വിദഗ്ധരുണ്ടായല്ലോ 50, അവരെ ജബലന്നൂർ കുന്നുമ്മൽ നിർത്തിക്കാണ്ട് അങ്ങനെ പറയപ്പെടുന്ന ഒരു ഇതാണ്. ഈ മുകളാണ് നമ്മൾ സ്വർഗത്തിലുണ്ടാവും എന്ന് പറഞ്ഞത്. ജബലന്നൂർ സ്വർഗത്തിലുള്ള മല എന്നൊക്കെ പറയണേ. അങ്ങനെ ഇതാ ഞങ്ങൾ മദീനയിലെത്തിട്ടോ. അല്ലാഹു അക്ബർ, മദീനയിലെത്തി. നിസ്കാരത്തിനാണ് എത്തിയത്. അങ്ങനെ ഒരു ദിവസം ഫുള്ളടുത്ത കിട്ടും. ലോറും മസറും മഗ്‌രിബും പിറ്റേന്ന് ഇശാ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോരുന്നത്. അപ്പോൾ നടന്ന് റൂമിൻ്റെ ഒന്ന് കുറച്ച് നടക്കാണ്ട് ശ്രദ്ധിക്കാം. നമ്മൾ പോണ വാതിലും നടക്കുന്ന ഗേറ്റും വഴിയൊക്കെ നമ്മൾ നോക്കണം, മറക്കരുത്. മറന്നിട്ടാണെങ്കിൽ അവിടെ നട്ടം തരും. ഒരുപാട് ആളുകളുള്ളതാണ്, ഒരുപാട് ഏരിയ ഉള്ളതാണ്. അങ്ങനെ ഇതാ അവിടുത്തെ ചെറിയൊരു കാഴ്ച കാണാം കേട്ടോ. രാവിലെ നിസ്കരിച്ച് സുബഹിക്ക് നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആ കുട വിരുന്നത് കാണാം. ഭയങ്കര ചൂടാണ്. അപ്പോൾ ചെറിയൊരു ആശ്വാസമായിട്ട് നമുക്കൊരു തണൽ കിട്ടാൻ നിസ്കരിക്കാനും അതിനൊക്കെയുള്ള പുറം കാഴ്ചയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ റസൂലിൻ്റെ റൗളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണം കേട്ടോ. അള്ളാഹ് ഷരീഫ് ഏത് മാബൈന കബരി മിമ്പരി റൗദത്തും ജന്ന പറഞ്ഞ ആ ഭാഗം അത് നിസ്കരിക്കണമെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാനൊക്കെ നമുക്ക് പെർമിഷൻ കിട്ടണം. ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പൊക്കെ അറിയണമെങ്കിൽ എന്നോട് കമൻ്റ് ആയിട്ട് ചോദിച്ചോളി. ആപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്ത് എനിക്ക് കിട്ടിയത് 4:10 4:10 to 4:40 അങ്ങനെ ഞാൻ പോയി. അങ്ങനെ പിന്നെ റൗള സലാം പറയണമെങ്കിൽ ആപ്പ് വേണമെന്നില്ല. പിന്നെ കബറും മറ്റേ മാവൈന കബരിയും ബരിയും റൗദത്തും ജന്നാറിനല്ലേ നിസ്കരിക്കാൻ. ഇതാ റസൂലിൻ്റെ റൗദയിലെത്തിട്ടോ. പേരൊക്കെ നിങ്ങൾ നോക്കിക്കോളി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറിയ ഹോൾസ് ഉണ്ടല്ലോ അവിടെ കേട്ടോ. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എൻ്റെ മാതിരി ഒരുപാട് കാലത്ത് ആഗ്രഹമുള്ളവർക്കൊക്കെ എത്തിപ്പെടാൻ നാഥൻ തൗഫീക്ക് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പോയവർക്ക് വീണ്ടും പോകാനും ഇനി വീഡിയോ കാണാൻ നിങ്ങൾക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. അതൊക്കെ പോകാൻ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. പിന്നെ ബാബു പിന്നെ പറഞ്ഞ മാബൈന കബരി മിമ്പരി റൗദത്ത് മിനാൽ ജന്ന എന്ന ഭാഗത്ത് പോയി നിസ്കരിക്കാനും നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ആ ചെറിയ സ്ഥലം ഇതാ ആ മിമ്പറേട്ടോ ചെറുതായിട്ട് വെക്കണുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും.